അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ മൂന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. തവസ്സല, ഇടയാളനാക്കി പ്രാർത്ഥിച്ചോ. പിതാമഹൻ, വല്യുപ്പ. ഷാത്തുൻ, ആട്. കൂഫ, ഇറാഖിലെ ഒരു നാട്. ഇംഗിതം, ആഗ്രഹം. ഉംർ, ആയുഷ്കാലം. ഖണ്ഡിതം, ഉറപ്പുള്ളത്. ഫിഅൽ, പ്രവൃത്തി. ഖൗൽ, വാക്ക്. പൗത്രൻ, പേരക്കുട്ടി. ഇമാമുൽ അഅ്ളം, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. സാത്വികൻ, സൽഗുണമുള്ളവൻ. ക്രോഡീകരിക്കുക, ക്രമത്തിലാക്കുക. സമാഹാരം, ശേഖരിച്ചത്. ബുദ്ധിവൈഭവം, ബുദ്ധിശക്തി. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നംല ഉൽ ജദ്വൽ. അൽ ഇമാമു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. യഥാർത്ഥ നാമം നുഅ്മാൻ. ജനനം ഹിജ്റ വർഷം 80. ജനനം ക്രിസ്താബ്ദം 699. ജനിച്ച സ്ഥലം കൂഫ. ഗുരുക്കന്മാർ 4000-ൽ പരം. ശിഷ്യന്മാർ ആയിരക്കണക്കിന്. വഫാത്തായ ഹിജ്റ വർഷം 150. പിതാവ് സാബിത്ത്. മൂന്നാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഹ്. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഡാഷ് വർഷങ്ങളിലായി അവതരിച്ചോ. ആവലിൽ പൂരിപ്പിക്കേണ്ടത് 23. 2. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ഡാഷ് മദ്ഹബിലാണ്. ആവലിൽ പൂരിപ്പിക്കേണ്ടത് ഹനഫി. 3. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഡാഷ് വംശജനായിരുന്നു. ആവലിൽ പൂരിപ്പിക്കേണ്ടത് പേർഷ്യൻ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പേർഷ്യൻ വംശജനായിരുന്നു. 4. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഡേഷിൽ പരം ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് നുകർന്നു. ആവലിൽ പൂരിപ്പിക്കേണ്ടത് 4000-ൽ. 5. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഡാഷ് സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. ആവലിൽ പൂരിപ്പിക്കേണ്ടത് 20-ലധികം. 6. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഡാഷിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആവലിൽ പൂരിപ്പിക്കേണ്ടത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ.